നമസ്കാരം. ടോപ്പ് ബ്യൂറോക്രസിയിൽ ലാറ്ററൽ എൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ UPSC എക്സാമിനേഷൻസ് പാസ്സായി ഇപ്പോൾ ഒരാൾ IAS എഴുതി വരുന്ന അതേ പൊസിഷൻ അല്ലെങ്കിൽ വർഷങ്ങളോളം എടുത്തിട്ട് പ്രൊമോഷൻ കിട്ടി വരുന്ന പൊസിഷൻ ഒരു ലാറ്ററൽ എൻട്രി വഴി ഓൺ ദ ബേസ് ഓഫ് മെറിറ്റിൻ്റെ ബേസിൽ മാത്രം ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് എങ്ങനെ ഇരിക്കും. അതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. വേറെ ഒന്നുമല്ല, ഏകദേശം 42+ വേക്കൻസിക്ക് സെൻട്രൽ ഗവൺമെൻറ് UPSC കോൾ ചെയ്തിട്ടുണ്ട് ഫോർ ലാറ്ററൽ എൻട്രി എന്ന് പറയുമ്പോൾ റിസർച്ചേഴ്സ്, പ്രൈവറ്റ് സെക്ടറിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഗവൺമെൻറ്റിലുള്ള ആൾക്കാരിലെ ഇൻവിറ്റേഷൻ വന്നിട്ട് പോയിട്ടുണ്ട്. സോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ജയശങ്കർ നമ്മുടെ എക്സ്റ്റേണൽ അഫയർ മിനിസ്റ്ററാണ്. പുള്ളിക്കാരൻ പൊളിറ്റിക്സിൽ ഇല്ലാത്തൊരു മനുഷ്യനാണ്. യാതൊരു വിധത്തിലുള്ള പൊളിറ്റിക്സോ അങ്ങനത്തുള്ള പാരമ്പര്യമില്ല. അദ്ദേഹം ഒരു IFS ഓഫീസറായിരുന്നു. അമേരിക്, ജപ്പാൻ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്ത്യൻ ഫോറിൻ സർവീസിൽ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യൻ എംബസികളിൽ ഇരുന്ന വ്യക്തിയാണ്. നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ പുള്ളിക്കാരൻ്റെ സമയത്തൊക്കെ. ഈവൻ ചൈനയിലൊക്കെ പുള്ളിക്കാരൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, മോഡി ഗവൺമെൻറ് വന്നതിന് ശേഷം ഇദ്ദേഹത്തിന് ഇപ്പോൾ സുഷമ സ്വരാജിന് ശേഷം ഒരു എക്സ്റ്റേണൽ അഫയർ മിനിസ്റ്ററിനെ കണ്ടുപിടിക്കാനുള്ള വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ എല്ലാവരുമായിട്ടും ടൈപ്പ് ഉള്ള ഒരാൾ, എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ ഇപ്പോൾ ഒരു ഫോറിൻ പ്ലാറ്റ്ഫോമിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഒരു ലെവലിൽ നിൽക്കുന്ന ഒരാളെന്ന് പറയുന്നത് ജയശങ്കർ മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. സോ അദ്ദേഹം എന്ന് പറയുന്നത് പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ആളല്ല. പക്ഷേ അദ്ദേഹത്തെ രാജ്യസഭയിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ മന്ത്രിയാക്കി നിർത്തി. അതുകൊണ്ട് നമുക്ക് ഇന്ത്യക്ക് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഉപയോഗേ ഉള്ളൂ. ബാക്കി ഏത് മിനിസ്ട്രിക്കാലും ഏറ്റവും ഹൈ എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മിനിസ്ട്രിയാണ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ എവിടെ നിന്നാലും ഇപ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ ഉദാഹരണം ഒരുപാടുണ്ട്. മറ്റേ റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് ഇവരുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് അത് സ്റ്റോപ്പ് ചെയ്ത് പിള്ളേരെ സേഫായിട്ട് സ്ഥലത്തിലൂടെ ഇന്ത്യയിൽ എത്തിച്ചത്. അത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേ കണക്ക് പല കാര്യങ്ങളും സൗദിയിൽ ഒരു വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു ഇഷ്യൂ, അതിനെ സോൾവ് ചെയ്തത് ഒരുപാട്. നമുക്ക് നമ്മളെ ഈ കടലിൽ ഈ ബോർഡർ ലൈനൊക്കെ ഇപ്പോൾ കടലിലെ രേഖകളുണ്ട്. അത് ബോർഡർ ലൈൻ തെറ്റിച്ച് ബോട്ടിങ്ങും കാര്യങ്ങളും ഫിഷർമാൻസ് പോകുന്ന സമയത്ത് അവരെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യങ്ങൾ, അങ്ങനെ 1000 മേഖലയിൽ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ പൗരനാണ് നിങ്ങൾ എവിടെ പെട്ടുപോയാലും അവരെ തിരിച്ചു കൊണ്ടുവരുമെന്ന് സുഷമ സ്വരാജ് പണ്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതങ്ങ് ചന്ദ്രനിലായാലും നമ്മൾ ഇനി കൊണ്ടുവരുമോ ഇന്ത്യക്കാരനാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ജയശങ്കർ അതിനേക്കാളും ഒരു പടി മുകളിലാണ് നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നത്. സോ അത്തരത്തിൽ ഒരു നോൺ പൊളിറ്റീഷ്യനായ അദ്ദേഹത്തിന് ഇതേ കണക്ക് ഒരു വലിയ പൊസിഷനിൽ എത്തിക്കുമ്പം അത് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ്, അതേ കണക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, വിഴിഞ്ഞം പ്രോജക്റ്റിൽ നമ്മുടെ ദിവ്യ IAS പിടിച്ചിരുത്തിട്ടുണ്ട്. അപ്പോൾ മാം പറഞ്ഞൊരു കാര്യമാണ്, ഓണത്തിന് നമുക്ക് കേരളക്കാർക്ക് ഒരു വിഷു ഓണ കൈനീട്ടമായിട്ട് ഒരു ഓണ ഗിഫ്റ്റായിട്ടായിരിക്കും വിഴിഞ്ഞം പ്രോജക്റ്റ് വരുന്നത്. ഒരു സിമ്പിൾ കാര്യം ചോദിക്കാം, വിഴിഞ്ഞത്ത് വരുന്നത് നല്ലതാണ് ആർക്ക്? ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് ഉള്ളവർക്ക്. കേരളത്തിനുണ്ടോ എന്തെങ്കിലും? തമിഴ്നാട്, കർണാടക, ആന്ധ്ര, മഹാരാഷ്ട്രയ്ക്ക് അവർക്ക് സ്വന്തമായിട്ട് പോർട്ടുണ്ട്. ബാക്കി സ്റ്റേറ്റുകൾ അവരായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത്. നമുക്കെന്താ ബെനിഫിറ്റ് ഉള്ളത്? നമുക്കിവിടെ വലിയ ബെനിഫിറ്റും കാര്യങ്ങളൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഇത് ശരിക്കും വിഴിഞ്ഞം പ്രോജക്റ്റ് ഫുൾ എക്സ്റ്റെൻറ്റിൽ വർക്ക് ചെയ്യണമെങ്കിൽ അത്രയും എക്സ്പേർട്ട് ഉള്ള ആൾ, പോർട്ട് മാനേജ്മെൻറ്റിൽ എക്സ്പേർട്ടൈസ് ഉള്ള ഒരാളെ പിടിച്ച് കൊണ്ടുവന്നാലേ കാര്യമുള്ളൂ. അതാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് UPSCയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എക്സ്പേർട്ടായ ഒരാളെ കൊണ്ടുവരാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സത്യം പറഞ്ഞാൽ ടെലി കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആ മിനിസ്ട്രിയിൽ ഒരു സെക്രട്ടറി ആയിട്ട് ഒരു IAS ഓഫീസറിനെ വയ്ക്കുന്നു. ഒരു ഫ്രഷ്ലി അല്ലെങ്കിൽ ഒരു 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളെ കൊണ്ട് വെച്ചേക്കുന്നു. അവിടെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ജസ്റ്റ് ചിന്തിച്ചാൽ മതി. നമ്മൾ ടെലി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ടെക്നോളജി വൈസിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതാണ്. അവിടെ ശരിക്കും ആരെ വേണ്ടത്? ടെക്നോളജിയിൽ ഏറ്റവും എക്സ്പേർട്ടായ ഒരാളാണ് അല്ലേ? അല്ലാതെ UPSC പാസ്സായി അല്ലെങ്കിൽ UPSC ക്ലിയർ ചെയ്ത് IAS നല്ല 2ാം 3ാം റാങ്ക് കിട്ടി എന്ന് വെച്ചുകൊണ്ട് നമ്മൾ വെച്ചിട്ട് ഒരു കാര്യമില്ല. അദ്ദേഹം ഒരു വർഷങ്ങളെടുത്ത് അദ്ദേഹം ആ ഫീൽഡിൽ എക്സ്പേർട്ടായി വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ലാഗാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്, ആ ലാഗ് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ എക്സ്പേർട്ടായ ആൾക്കാരെ ബ്യൂറോക്രസിയിലോട്ട് എൻട്രി ചെയ്യുന്നത് ലാറ്ററൽ എൻട്രി വഴി. അത് വലിയ രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടും. അതിപ്പോൾ മെഡിക്കൽ പരമായിട്ടായാലും അല്ലെങ്കിൽ ടെക്നോളജി പരമായാലും ഡിഫൻസ് പരമായാലും. ഇപ്പോൾ ഡിഫൻസിൽ ഇരിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ഒരു IAS ഓഫീസറിന് അതിൻ്റെ സെക്രട്ടറിയോ ആ മിനിസ്ട്രിയിൽ കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കാരണം അദ്ദേഹത്തിന് അതിനെപ്പറ്റി യാതൊരു അറിവുമില്ല. അറിവ് മീൻസ് ഇൻ ടേം ഡിഫൻസിൽ എന്ന് പറയുന്നത്
ഒരു വാസ്റ്റ് ഏരിയ ആണ്. അത് അത്ര രീതിയിൽ എക്സ്പേർട്ടായ ആൾക്കാർ, വർഷങ്ങളോളം അതിൽ നിന്ന് അതിനെ പഠിക്കുന്ന, അതിന് എക്സ്പേർട്ടായ ആൾക്കാർ വരുമ്പോൾ മാത്രമേ അതിനൊരു ശരിക്കും ഒരു ഫുൾ പൊട്ടൻഷ്യലി വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ എക്സ്റ്റേണൽ അഫെയർ മിനിസ്ട്രി കണക്ക് നമ്മളെ ഫുൾ പൊട്ടൻഷ്യലി അത് വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ വന്നേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് സ്പോർട്സ് മിനിസ്ട്രി കഴിഞ്ഞ ഒരു 10 വർഷം ചിലവാക്കിയ ക്യാഷ് എന്ന് പറയുന്നത് ഹ്യൂജ് എമൗണ്ട് ആണ്. പക്ഷേ ഇപ്പം കഴിഞ്ഞ നമ്മുടെ ഒളിമ്പിക്സിൽ, ഇപ്പം ജസ്റ്റ് കഴിഞ്ഞ ഒളിമ്പിക്സിൽ നമുക്ക് ഒരു സ്വർണ്ണ മെഡൽ പോലും കിട്ടിയില്ല. എന്താ കാര്യം? നമ്മൾ കൊടുത്ത ക്യാഷ് ശരിക്കും എത്തേണ്ടത്തടത്തല്ല എത്തിയത് എന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അവിടെ ഇരിക്കുന്ന സെക്രട്ടറിമാരാണ്. നമ്മളെ മിനിസ്ട്രിയിൽ നിന്ന് നമ്മൾ ഈ എലക്ട് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് ജനങ്ങൾ അവരുടെ കൺസേൺ ഗവൺമെന്റിൽ എത്തിക്കാന്നേ ഉള്ളൂ. പക്ഷെ ശരിക്കും ഇംപ്ലാന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ശരിക്കും ഈ പറയുന്ന കാര്യങ്ങൾ ഡിസിഷൻ മേക്കിംഗ് പ്രോപ്പറായിട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് അവിടുത്തെ ടോപ്പ് ബ്യൂറോക്രസിയിലുള്ള ആൾക്കാരാണ്. അവരാണ് ഇതിൻ്റെ ശരിക്കും ഡിസിഷൻ മേക്കിംഗ്, അവരാണ് ഒരു പാനലായിട്ടിരുന്നാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. സോ അത്തരത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പറയുന്ന കണക്ക് സ്പോർട്സിൽ, ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്പോർട്സിൽ വർഷങ്ങളോളം എക്സ്പേർട്ട് ഉള്ള ഒരാളെ പിടിച്ച് അവിടെ ആ പൊസിഷനിൽ ഇരുത്തുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ ഒരു IAS ഓഫീസർ ഇരുത്തുന്നതാണോ നല്ലത്? വലിയ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. അതാണ് നമ്മുടെ ശരിക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങളിലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡെമോക്രസി എന്ന് പറയുമ്പോൾ ഡെമോക്രസിയിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, ഒരുപാട് ബാഡ് കാര്യങ്ങളുണ്ട്. അതായത് ഈ നല്ല കാര്യങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ സത്യം പറഞ്ഞാൽ ബാഡ് കാര്യങ്ങളാണ്. അതിൻ്റെ ഇൻക്ലൂഡിങ് ഈ പറയുന്ന ഡെവലപ്മെൻറ്റിൻ്റെ ഇഷ്യൂസ്, മറ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര ലാഗ്ഡ് ആവും. ഇപ്പോൾ റഷ്യയോ ചൈനയോ അല്ലെങ്കിൽ സൗദിയോ കണക്കുള്ള രാജ്യങ്ങൾ ഡിസിഷൻ മേക്കിങ്ങിൽ അവർക്ക് വേറെ ആരെയും നോക്കണ്ട, അവരുടെ ഭരണാധികാരി ഡിസിഷൻ ചെയ്താൽ മതി. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇപ്പം കാർഷികരുടെ നിയമം അന്ന് അത് വരുന്ന സമയത്ത് എല്ലാവരും എതിർക്കാത്ത ആരുമില്ല. പക്ഷേ അന്ന് ആ നടന്ന സമരം, അന്ന് സെൻട്രൽ ഗവൺമെൻറ് അത് പിൻവലിച്ച ശേഷമാണ് അവർക്കത് മനസ്സിലായത് ഇത് വലിയൊരു നല്ലൊരു കാര്യമായിരുന്നു. അത് ഇല്ലാത്തപ്പോൾ ഉള്ള വിഷമങ്ങൾ ഇപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം ആ സെയിം അന്ന് കർഷക സമരം നടത്തിയവർ ഇപ്പോൾ തിരിച്ച് അത് വേണം, ഒരു മിനിമം നമുക്കൊരു സെക്യൂരിറ്റി എല്ലാ കോസ്റ്റിനും വേണമെന്ന രീതിയിൽ, വിളകൾക്കുള്ള മിനിമം ഒരു താങ്ങുവില വേണം എന്ന രീതിയിൽ എല്ലാവരും മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പം മാണ്ടി സിസ്റ്റം എന്ന് പറയുന്നത് അന്ന് ടോട്ടലി നമുക്ക് പൂർണ്ണമായി നശിപ്പിച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ ഈ മോണോപോളി എന്നൊരു സംഭവം ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു വിധത്തിൽ കൃഷിയായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർ, ഇപ്പം കർഷക ദിനങ്ങളിൽ നമുക്കറിയാം ഈ കൃഷിയെ ചെയ്യാത്തവർക്കാണ് ഇപ്പോൾ അവാർഡ് കൊടുക്കുന്നത്. അതേ കണക്ക് കൃഷിയെ ചെയ്യാത്ത നോർത്ത് ഇന്ത്യയിലെ ഹരിയാന, പഞ്ചാബ്, മധ്യപ്രദേശ് ആ സംസ്ഥാനങ്ങളിൽ കൃഷിയെ ചെയ്യാത്ത ആൾക്കാർ വലിയൊരു ഗോഡൗൺ കെട്ടി വെച്ചിട്ട് ഒരു മാണ്ടി സംവിധാനം ഉണ്ട്. എന്ന് വെച്ചാൽ അവിടെ വന്നാൽ മാത്രമേ അവർക്ക് വിൽക്കാനും ആ സാധനങ്ങൾ ഉപയോഗിക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ ആൾക്കാർ ക്യാഷ് കിട്ടുന്നത് മാണ്ടിയിലെ ആൾക്കാർ തീരുമാനിക്കും എത്ര രൂപയ്ക്ക് സാധനം എടുക്കണമെന്ന്. അവർക്ക് വേറെ അങ്ങ് വിൽക്കാനുള്ള ഓപ്ഷൻ ഇല്ല. സോ അത്തരത്തിൽ ജനങ്ങളെ പറ്റിക്കുന്ന, മീൻസ് ജനങ്ങൾക്ക് മാനിപ്പുലേറ്റ് ആയ അവർക്ക് യൂസ്ഫുൾ കാര്യങ്ങൾ വരെ ഒരു പക്ഷേ അവർ ഏറ്റെടുക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒപ്പോസിഷന് കഴിയും. അതിനുള്ള ഉദാഹരണമാണത്. ഇപ്പോൾ വേറൊരു കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ നീറ്റിൻ്റെ പ്രശ്നം നമ്മൾ ഡ്രോബാക്സ് പറഞ്ഞു, ഇപ്പോൾ ഗുഡ് സൈഡും പറയണ്ടേ. ഇപ്പോൾ നീറ്റിലെ പേപ്പർ ലീക്കിൻ്റെ പ്രശ്നം ഇത്രയും വൈഡായിട്ട് വരുന്നതും ഇത്രയും വലിയ രീതിയിൽ കേസ് മുന്നോട്ട് വരുന്നതും കാരണം ഇവിടെ ഡെമോക്രസി ഉണ്ടാണ്. ഇതിനേക്കാളും വലിയ പ്രശ്നമാണ് ഈ റഷ്യയിലും ചൈനയിലും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളും നടക്കുന്നത്. പക്ഷെ അതൊന്നും പുറത്തു വരത്തില്ല. ഇപ്പോൾ ന്യൂസ് മീഡിയ എന്ന് പറയുന്നത് നമ്മൾ ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കാറുണ്ട്. ഇന്ത്യയിൽ ഒട്ടുമില്ല, ഇന്ത്യയിലേ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ശരിക്കും അങ്ങനെയല്ല. സൗദിയ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ അവിടുത്തെ ശരിക്കുമുള്ള അവസ്ഥ നോക്കണം. ശരിക്കുമുള്ള അവിടുത്തെ ജനങ്ങൾ കേൾക്കുന്നത് അവിടുത്തെ ഗവൺമെൻറ് പറയാൻ ആവശ്യമുള്ള, അവരുടെ ഗവൺമെൻറ് പറയാൻ ആഗ്രഹിക്കുന്ന ന്യൂസ് മാത്രമേ അവിടെ ജനങ്ങൾ കേൾക്കത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ ന്യൂസ്, ഇപ്പം നമ്മൾ ഏറ്റവും നല്ല പറഞ്ഞ നമ്മളെ വെസ്റ്റ് ബംഗാളിലെ ഡോക്ടറിൻ്റെ ആ റേപ്പ് കേസ് വരുന്ന സമയത്ത് കേരള മീഡിയ എത്ര ദിവസം അത് ഹൈഡ് ചെയ്തു? ഇന്ന് ഏകദേശം 14ാം ദിവസമാണ് ആ ഇഷ്യൂ കഴിഞ്ഞിട്ട്. സോ ഇന്ന് കഴിഞ്ഞ ഒരു 2-3 ദിവസത്തിനുള്ളിൽ നമ്മുടെ IMAയുടെ സ്ട്രൈക്ക് വരുന്ന സമയത്താണ് ശരിക്കും അവർ ഇതിനെ നോട്ടീസ് ചെയ്യുന്നതും ഒരു ദിവസത്തെ ഏതോ ഒരു അന്ത്യചർച്ചയിൽ ഒരു ന്യൂസ് ടോപ്പിക്കായിട്ട് മാറിയത്. അല്ലാതെ അതിനെ യാതൊരു വിധത്തിലുള്ള ഒരു ഇമ്പോർട്ടൻസും കൊടുത്തിട്ടില്ല. കാരണം അത് ഗവൺമെൻറ് തീരുമാനിക്കുന്നതാണ്, അവരുടെ അലയൻസ് തീരുമാനിക്കുന്ന നമ്മൾ എന്താണ് കേൾക്കേണ്ടത് ജനങ്ങൾ. പക്ഷേ ഇത് സോഷ്യൽ മീഡിയ അത്ര പവർഫുൾ ആയതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സ്കോപ്പും ഇല്ല. സോ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. ഡെമോക്രസി എന്ന് പറയുന്നതിന് 2 സൈഡുണ്ട്. അത് നല്ലതുമാണ്, സെയിം സമയം ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. സോ അതേ കണക്കുള്ള ഒരു പ്രശ്നമാണ് ഈ പറയുന്ന ബ്യൂറോക്രസിയിലുള്ളത്. ടോപ്പ് എക്സ്പേർട്ടായ ആൾക്കാർ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ മിനിസ്ട്രിയിൽ വന്നാൽ മാത്രമേ അത് ഫുൾ എക്സ്റ്റെൻറ്റിൽ അത് വർക്ക് ആവത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ലാഗാവും. ഇൻക്ലൂഡിങ് നമ്മൾ പരാതി പറഞ്ഞൊക്കെ തന്നെ നമ്മുടെ ട്രിവാൻഡ്രത്തെ വിഴിഞ്ഞത്തിൻ്റെ ഇഷ്യൂ ഒരു നല്ലൊരു എക്സ്പേർട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കാലയളവിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരുന്നു. ഒരുപാട് ചേഞ്ചസ്
നമുക്കിപ്പം ഒരു ബിസിനസ് മീറ്റപ്പ് വിളിക്കായിരുന്നു, ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വിശദീകരണം കൊടുക്കായിരുന്നു. വുമൺസ് ഒരു ബിസിനസ് മീറ്റപ്പ്, ഇപ്പോൾ MSME സ്കീമൊക്കെ ഒരുപാടുണ്ട്. അപ്പം സ്ത്രീകളിലോട്ട് പുതിയ ബിസിനസ് രംഗത്തേക്ക് ഇറക്കുക, അത് എക്സ്പോർട്ടിൻ്റെ അതിൻ്റെ മേഖലകൾ തുറന്നു കൊടുക്കുന്ന കാര്യങ്ങളെ പഠിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഇത് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ഇതിൻ്റെ ടോപ്പ് വരണം. അപ്പോൾ ദിവ്യ IAS ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് മ്യൂസിയത്തിൽ പോയി വീഡിയോ ഇടും, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കാര്യങ്ങളുള്ള ഫോട്ടോ ഇടും. അല്ലാതെ ശരിക്കും ഒരു അവർ സത്യം പറഞ്ഞാൽ ടൈം വേസ്റ്റ് ചെയ്യണം. ആ സമയത്ത് ഒരു എക്സ്പേർട്ടായ ആളുണ്ടായിരുന്നെങ്കിൽ അവിടെ അവരെ ഒഴിവാക്കണമെന്നല്ല, അവരെ ജസ്റ്റ് അവർക്ക് വേറെ ഇഷ്ടം പോലെ ജോലി ഉണ്ടല്ലോ. ഇപ്പോൾ കളക്ടറായിട്ട് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള ഒരു മേഖലകളിൽ എക്സ്പേർട്ട് ഒപ്പീനിയൻ വേണം. 100% എക്സ്പേർട്ടേഴ്സിന് മാത്രമേ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ എന്നുള്ള കുറച്ച് മേഖലകളുണ്ട്, ബിസിനസ് ഓറിയൻറ്റഡ് സ്ഥലങ്ങളൊക്കെ. അവിടെയൊക്കെ ഇവരെ കണക്കുള്ള ആൾക്കാരെ കൊണ്ടുവരണം. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഉദാഹരണം പറഞ്ഞുതരാം, നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മ്യൂസിയമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ, അത് മ്യൂസിയം ആക്കണം വേണ്ട, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതി നിൽക്കുന്ന കേസുകളാണ് സംബന്ധിച്ച്. എന്നാലും അത് ഭാവിയിലേക്ക് വരുന്ന സമയത്ത് അവിടെയും ഒരു വലിയൊരു ബ്യൂറോക്രാറ്റിനെ ആയിരിക്കും മിക്കവാറും കൊണ്ടുവരുന്നത്. അത് ഈ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും മ്യൂസിയവുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ കൊണ്ടുവരണോ, അതേ വെറും ഒരു IAS ഓഫീസറിനെ കൊണ്ടുവരണോ? ഞാൻ ഈ പറയുന്നത് കേരളത്തിലുള്ള അവസ്ഥ പറയുന്നത് കേരളത്തിലുള്ള ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. സോ IAS ഓഫീസറിനെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ അവരെ താത്തി പറയുകയൊന്നുമല്ല. ലാറ്ററൽ എൻട്രി വലിയൊരു ശതമാനത്തിലും നമുക്ക് ഉപയോഗമുള്ള കാര്യമാണ്. അത് ഒരുപാട് രീതിയിൽ നമ്മുടെ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യത്തിനെ ബൂസ്റ്റ് ചെയ്യും. പക്ഷേ ഇവിടുത്തെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, നമുക്ക് ഇഷ്ടക്കാരെ പിടിച്ച് ഇങ്ങനെ കയറ്റി കഴിഞ്ഞാൽ അവരൊരു വർക്ക് ഫോഴ്സ് ഉണ്ടാക്കും. ഇപ്പം വെസ്റ്റ് ബംഗാളിലും അല്ലെങ്കിൽ ബംഗ്ലാദേശിലും ചെയ്ത കണക്ക്, അവർക്ക് ബംഗ്ലാദേശിൽ വെച്ചാൽ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ഹസീന അവരുടെ സ്വന്തം ആൾക്കാരെ ആയിരുന്നു ഈ ടോപ്പ് ബ്യൂറോക്രസിയിലും എല്ലാത്തിലും വെച്ചത്. അപ്പം അവർ തന്നെ സ്വന്തമായിട്ടൊരു ആർമി, ഒരു വർക്ക് ഫോഴ്സിനെ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇന്ത്യയിലെ UPs എന്ന് വെച്ചാൽ 27% റിസർവേഷൻ കൂടുന്ന OBC, 50% SC/ST ഉണ്ട്, ബാക്കി മാത്രമേ ജനറൽ കാറ്റഗറിക്കുള്ളൂ. പക്ഷേ ഇത്തരത്തിൽ ഈ പറഞ്ഞ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് എൻട്രി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൽ എത്ര ശതമാനം OBC, എത്ര ശതമാനം SC/ST വരുമെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം മെറിറ്റ് അടിസ്ഥാനത്തിൽ വരുമ്പം ഇത്തരമുള്ളവരെ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് ഇന്നത്തെ കാലത്ത്. കാരണം ഗവൺമെൻറ്റേതായ അജണ്ടയും കാര്യങ്ങളൊക്കെ ഈ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഒരു സൈഡ് നോക്കുമ്പോൾ വളരെ നല്ലത്, എന്നാൽ വേറൊരു സൈഡിൽ നോക്കുമ്പോൾ ഇതിന് ബാഡ് സൈഡും ഉണ്ട്. അപ്പോൾ ഇതിന് രണ്ടിനെ ബാലൻസ് ചെയ്യുന്ന കണക്ക് ഗവൺമെൻറ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഐഡിയ ആണ്, ബ്രില്യൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫോർ ടേംസ് ഓഫ് ഡെവലപ്മെൻറ്റ്. പക്ഷേ സെയിം ടൈം ഇതിന് ഒരുപാട് ഡ്രോബാക്സും ഉണ്ട്. ബ്യൂറോക്രാറ്റ് എന്ന് പറയുമ്പം ഇപ്പോൾ ഗവൺമെൻറ് 5 വർഷം കൊണ്ടുമ്പോൾ ഇങ്ങനെ മാറിപ്പോകും. പക്ഷേ ബ്യൂറോക്രസി ഉള്ള ടോപ്പ് ഒഫീഷ്യൽസ് എന്ന് പറഞ്ഞാൽ അവർ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അവരാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളുടെ ഒരു നട്ടെല്ല് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത്. അവരാണ് ശരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കേണ്ടത്. പക്ഷെ അത് ഒരു ഗവൺമെൻറ് സൈഡായ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് ലോകം മൊത്തം കാണുമ്പോൾ അറിയാവുന്നതാണ്. സോ ആ ഒരു ഇഷ്യൂ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് ഇസ് ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റും ലാറ്ററൽ എൻട്രി. സോ ഇതെല്ലാം ഒഴിവാക്കി ഗവൺമെൻറ് ചെയ്യുകയാണെങ്കിൽ ലാറ്ററൽ എൻട്രി ഇസ് ദ ബെസ്റ്റ്. ഞാനത് 100% ഉറപ്പ് വരുന്നു. കാരണം ഒരു IAS ഓഫീസർ ഫസ്റ്റ് റാങ്കോ സെക്കൻഡ് റാങ്കോ വാങ്ങിയിട്ട് യാതൊരു എക്സ്പെർട്ടൈസും ഇല്ലാത്ത ഒരു ടെലികമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡിൻ്റെ ഒരു ഹെൽത്ത് സെക്രട്ടറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു UPSC എക്സാമിനേഷൻ്റെയൊക്കെ വരുന്ന, അല്ലെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ അവരെടുക്കുന്ന വർഷം ആ ലാഗിങ് അതാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ആൾറെഡി എക്സ്പെർട്ടായ ആൾക്കാരെ എടുക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. അത് ഗവൺമെൻറ് ഇനിഷ്യേറ്റീവാണ്, വളരെ നല്ലതാണ്. 2018 ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല നല്ല ആൾക്കാർ വരട്ടെ എന്നത് പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇപ്പം നമ്മുടെ അശ്വിനി വൈഷ്ണവ്, നമ്മുടെ റെയിൽവേ മിനിസ്റ്റർ എന്ന് പറയുന്നത് നോൺ പൊളിറ്റീഷ്യനാണ്. അദ്ദേഹം പൊളിറ്റിക്സിലേക്ക് ഇല്ലാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹം ഈ പറയുന്ന IIT പാസ് ഔട്ടായി, IIM എടുത്ത് വലിയൊരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടുള്ള വ്യക്തിയാണ്. സോ അത്തരത്തിലുള്ള ആൾക്കാർ വന്നാലേ നമുക്ക് ഉപയോഗം ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ വന്ദേ ഭാരത് വന്നു, വന്ദേ ഭാരതുമായിട്ട് ചേർന്ന് വന്നിട്ട് നമ്മുടെ മിക്ക റെയിൽവേ സ്റ്റേഷനുകളിലും മോടി പിടിപ്പിക്കുകയാണ്. എന്ന് പറയുമ്പോൾ റാണി കമലാപതി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭോപ്പാലിൻ്റെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അതാണ് ഇന്ത്യയിലെ ഫസ്റ്റ് PPP മോഡലിൽ റെയിൽവേ സ്റ്റേഷൻ റിനോവേറ്റ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു എയർപോർട്ടിൽ പോകുന്നതാണ് കാണും, ഞെട്ടിപ്പോകും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പോഴും ട്രെയിനും ട്രാക്കും ഒക്കെ പഴണക്ക് തന്നെ, പക്ഷേ ഓവറാൾ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. വരട്ടെ, നല്ല മാറ്റങ്ങൾ വരട്ടെ. അപ്പോൾ അതിനുവേണ്ടി ലാറ്ററൽ എൻട്രി ഒരിക്കലും ശരിക്കും ഈ IAS ഒന്നും റീപ്ലേസ് ചെയ്യത്തില്ല. പക്ഷേ എക്സ്പേർട്സ് ആയി വേണ്ട ചില മേഖലകളെ എക്സ്പെർട്ടൈസ് ചെയ്യാനുള്ള ഒരു കാര്യം, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്.